ഹലോ, നമസ്കാരം. ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്തതാണ് കേട്ടോ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈദിൻ്റെ അന്ന് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. തിരക്കായതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ലേറ്റായി. അന്ന് വലിയ തിരക്കില്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. ഞാൻ അതിന് തൊട്ട് മുമ്പത്തെ വീക്കെൻഡ് ആണല്ലോ നാട്ടിൽ നിന്ന് വന്നത്. എന്നിട്ട് സാധനങ്ങളൊന്നും അൺപാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതായത് ഡ്രസ്സും സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് ആദ്യം തന്നെ അൺപാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഫുൽവന്തി വന്നിട്ടുണ്ട്. ഫുൽവന്തി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയാട്ടോ. അപ്പോൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവളോട് ചോദിക്കുകയായിരുന്നു, നിനക്ക് ക്യാമറയിൽ വന്നാൽ ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന്. അപ്പം ഇല്ലയെന്ന് പറഞ്ഞു. ഭയങ്കര ചിരിയായിരുന്നു. ഇന്നിപ്പോൾ ഈദ് ആയതുകൊണ്ടും ഹോളിഡേ ആയതുകൊണ്ടും വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ടും ഞങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അതൊക്കെയാണ്. പിന്നെ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊരു കുക്കിംഗ് ചാനലായിട്ടോ റെസിപ്പി പേജോ ചാനലോ ഒന്നും ആയിട്ടല്ലായിരുന്നു കേട്ടോ തുടങ്ങാൻ ഉദ്ദേശിച്ചത്. അതെൻ്റെ ജോലിയാണ്. ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി പെടുന്നതാണ്. പക്ഷെ ഞാൻ ലൈഫ് അപ്ഡേഷൻസ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് മാത്രമല്ല, നമ്മൾ ഇതേപോലെ ഡേ ഇൻ മൈ ലൈഫ്, ട്രാവൽ വീഡിയോസ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചാനൽ ഇതായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഞാൻ ബേക്കർ ആയതുകൊണ്ട് തന്നെ എൻ്റെ വ്യൂവേഴ്സ് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത് ഒരു റെസിപ്പി പേജോ ചാനലോ ഒക്കെ ആയിരിക്കും എന്നുള്ളത്. റിയലി സോറി കേട്ടോ. നമുക്ക് അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും കുക്കിങ്ങൊക്കെ ഒന്ന് കാണിച്ചും ഒക്കെ അങ്ങനെ പോവാന്നേ. ഇപ്പോൾ കണ്ടൊരു ബുക്കില്ലേ, ആ ബുക്ക് ഞാൻ ഖാലിദ് ഹുസൈനിയുടെ ആദ്യമായിട്ട് വായിക്കുന്ന ബുക്കാണ്. അത് വായിച്ചിട്ട് ഞാൻ എന്തോരം കരഞ്ഞു എന്നറിയോ. ശരിക്കും ഇത് വായിച്ച ആർക്കും കരയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും ടച്ചിങ് ആയിട്ടുള്ള ബുക്കാണ്. എൻ്റെ വീട് ആകെക്കൂടെ അലങ്കോലപ്പെട്ട് കിടക്കുക കേട്ടോ. ഇതിങ്ങനെ ഒരിടത്തും തുടങ്ങണം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. അത് വൈകാണ്ട് ചെയ്യാമെന്ന് വിചാരിക്കണു. ഞാൻ പലപ്പോഴും വർക്കിൽ അങ്ങനെ തിരക്കായി പോണതാണ്. അതുകൊണ്ട് പലപ്പോഴും മറ്റു കാര്യങ്ങൾ വിട്ടുപോണു. അതാണ് ഇവിടുത്തെ തിരക്കിനിടയ്ക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ലാണ്ട് ശരിയാവില്ല കേട്ടോ. എന്താണെങ്കിലും ഫുൽവന്തി ഈയിടെ വന്ന് ജോയിൻ ചെയ്തതാണ്. വലിയൊരു ആശ്വാസമാണ് ആൾ വന്നത്. കുറച്ച് നാളായിട്ട് ഒരു ഹെൽപ്പിന് ആളില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഇടയ്ക്കെപ്പോഴോ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി ക്ലീനിങ് കൂടെ ഞാൻ ചെയ്യാം എന്നുള്ള രീതിക്ക്. പക്ഷേ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിലേക്ക് കടക്കുമ്പോൾ രാത്രി 12 മണി 1 മണിയൊക്കെ ആവണു. അപ്പോൾ അതങ്ങോട്ട് ശരിയാവില്ല എന്ന് കണ്ടപ്പോൾ പതുക്കെ നിർത്തി വീണ്ടും പറ്റിയൊരാളെ തിരയാൻ തുടങ്ങി. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനാണ് അവസാനം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അമ്മ അന്നത്തെ ദിവസം റവ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പിന്നെ എനിക്കുണ്ടല്ലോ എൻ്റെ ഈ ചായ രാവിലത്തെ അതുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും വേണമെന്നില്ല. സത്യത്തിൽ ഞാനൊരു ചായ അഡിക്റ്റ് ആണെന്ന് പറയാം. എന്ന് വെച്ചിട്ട് ഒരുപാട് ചായയല്ല കേട്ടോ. രാവിലത്തെ ആ ചായ അത് ഒഴിവാക്കിയിട്ടുള്ള പരിപാടി ശരിയാവില്ല. അതൊരു സന്തോഷമാണ്, അതൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. രാവിലെ എണീക്കണതേ ആ ചായ കുടിക്കുക എന്നുള്ള മട്ടിലാണ്. ഈ കാണുന്ന ആരെങ്കിലും എൻ്റെ പോലെ ചായ അഡിക്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല, നിങ്ങൾ ലൈക്ക് ചെയ്യാണ്ടല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ, ഒന്ന് പോയി ലൈക്ക് ബട്ടൺ അമർത്തിയേ. ഈ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഞാൻ അങ്ങനെ പറയാറുണ്ടായിരുന്നില്ല. മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം. എനിക്കതൊക്കെ പറയണത് ഒരാവശ്യമുള്ള കാര്യമാണോ എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലതും ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകാറുണ്ട്. എന്നോട് റീൽസ് കാണുന്ന പല ഫ്രണ്ട്സും പറയാറുണ്ട്, റീല് കാണാറുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോവുകയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ വേണ്ട, ഒരു ലൈക്കൊക്കെ തന്നോളൂ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. ഈ ടിക്കറ്റ്സ് ഋതു കളഞ്ഞിട്ടില്ല. നമ്മുടെ നാടകമില്ലേ റോഷൻ മാത്യുവിൻ്റെ ബൈ ബൈ ബൈപ്പാസ്, അതിൻ്റെ ടിക്കറ്റാണ്. അവളവിടെ നിന്ന് പഠിക്കട്ടെ. ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അമ്മ അരിഞ്ഞു വെക്കാനുള്ളതൊക്കെ അരിഞ്ഞു വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കണേ. കാരണം എൻ്റെ വീട്ടിൽ അമ്മ, എൻ്റെ സിസ്റ്ററിനിലോ എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യും. ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ കുക്കിങ്ങിൽ. പിന്നെ എനിക്ക് അങ്ങനെ ചില ആവശ്യങ്ങളും ഇല്ല എന്ന് പറയാം. കാരണം ഞാനും മോളും മാത്രമാണ് വീട്ടിലുണ്ടാവുക. അപ്പോൾ അവൾ വലുതായിട്ടൊന്നും അങ്ങനെ കഴിക്കണ കൂട്ടത്തിലല്ല, വലിയൊരു ഫൂഡിയല്ല. പക്ഷേ ഈയിടെയായിട്ട് പുള്ളിക്കാരി ബിരിയാണി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അപ്പോൾ പിന്നെ ഞാനത് അതിനകത്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് എക്സ്പേർട്ട് ആയേ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഒരു കപ്പിൾ ഓഫ് ടൈംസ് ഞാൻ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കണത്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരി പല ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കും. അതിൽ ഒരു ബിരിയാണി റെസിപ്പി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു.
അവൾ പാചകത്തിൽ വൻ പുലിയാട്ടോ. ഒരുപാട് റെസിപ്പീസും പൊടിക്കൈകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, നിനക്കൊക്കെ ഒരു ചാനൽ തുടങ്ങിക്കൂടെ, എന്നാൽ കുറേ പേർക്ക് അതൊരു ഉപകാരമാവുകയും ചെയ്യും, നിനക്ക് പെട്ടെന്ന് തന്നെ റീച്ച് കിട്ടും. കാരണം അതിന് മാത്രം കാര്യങ്ങൾ ആൾക്കറിയാം. ഞാനൊക്കെ പലതും അവളോട് ചോദിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും ധൈര്യമാണ്. എന്ത് കാര്യത്തിനും ഒരു എളുപ്പപ്പണി അല്ലെങ്കിൽ പൊടിക്കൈകൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു റെസിപ്പി, ഇതൊക്കെ ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. അങ്ങനത്തെ ഒരു പാചക റാണിയാണ് പുള്ളിക്കാരി. ഇവിടെ ഋതു വന്ന് ചോദിക്കുകയാണ്, എൻ്റെ സിസ്റ്ററിനെ അവൾ മമ്മാന്ന് വിളിക്കുക, മമ്മയുടെ റെസിപ്പി ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ നോക്കുകയാണോ, മമ്മയുടെ കൺസേൺ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുക. അവൾ ഭയങ്കര ഫാനാണ് സരിത എന്നാട്ടോ എൻ്റെ സിസ്റ്ററിൻ്റെ പേര്. സരിതയുടെ പിന്നെ ബിരിയാണി, അവളുടെ പൊതുവേ കുക്കിങ്ങിന് ഋതു ഭയങ്കര ഫാനാണ്. ഋതു ഫൂഡി അല്ലെങ്കിലും ഭയങ്കര ഫ്ലേവർഫുള്ളായിട്ടുള്ള ഭക്ഷണം അവൾ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യും. ഏത് ആഹാരം മുന്നിൽ കണ്ടാലും ഋതു ആദ്യം സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് ഇഫ് ഷീ ഈസ് ഓക്കെ വിത്ത് ദാറ്റ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ അവളത് കഴിക്കുകയുള്ളൂ. ഒരുപാട് ചൂസിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ പൊതുവേ എല്ലാ ഭക്ഷണവും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവളിതുപോലെ തന്നെ നല്ല അറോമാറ്റിക് ആയിട്ടുള്ള ഇതൊക്കെയാണ് ഉണ്ടാക്കുക. ഞാൻ വളരെ ഒപ്പിക്കൽ കുക്കിങ്ങിൻ്റെ ആളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത്. നമ്മൾ കോഴിക്കോട്ടുകാർക്കൊരു പ്രശ്നമുണ്ട്. കോഴിക്കോട് നിന്ന് ഭക്ഷണം ശീലിച്ച ആൾക്കാർക്ക് പൊതുവേ മറ്റ് എവിടത്തെയും ഭക്ഷണം അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടാൻ ഭയങ്കര പ്രയാസമാണ്, ഇമ്പ്രസ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് കോഴിക്കോട്ടുകാരെ കേട്ടോ. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് എല്ലാ ഭക്ഷണവും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്ന്, പക്ഷേ അവിടുത്തെ രുചിയാണ് എപ്പോഴും മനസ്സിലുണ്ടാവുക. അപ്പോൾ അതിനോട് ഇങ്ങനെ ഒത്തു നിൽക്കുന്നത് കിട്ടാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ചും ബിരിയാണിയുടെ ഒക്കെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ വൻ പ്രശ്നമാണ്. അപ്പോൾ എനിക്കിവിടെ നിന്ന് തന്നെ പലതും ഇഷ്ടമാണെങ്കിലും ബിരിയാണിയുടെ കാര്യത്തിലൊക്കെ എനിക്ക് വലിയ പ്രയാസം തോന്നിയിട്ടുണ്ട്. കാരണം വളരെ ആഗ്രഹത്തോടെ പലയിടത്തുനിന്നും വാങ്ങിക്കും, പക്ഷേ അങ്ങേയറ്റം ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ബെറ്ററാണ് ഇപ്പോൾ, അതിനേക്കാളൊക്കെ ബെറ്റർ എന്ന് വെച്ചാൽ ഫാർ ബെറ്ററാണ് നമ്മുടെ ഒരു തനി കോഴിക്കോടൻ ബിരിയാണി ഇല്ലേ വീടുകളിൽ ഉണ്ടാക്കണ, ആ ടൈപ്പ് ഒരു ബിരിയാണിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കണത്. പിന്നെ ഭയങ്കര ഈസിയാണ്. എല്ലാ മസാലയും കൂടെ ചേർത്തിട്ട് ചിക്കൻ ഇട്ട് വേവിക്കുക, അത് പകുതി വേവാകുമ്പോൾ പകുതി വെന്ത ചോറും കൂടെ ഇട്ടിട്ട് ദം ചെയ്യുക, അത്രയേ ഉള്ളൂ പരിപാടി. വെക്കേഷന് കാലിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക, എവിടെ നിന്നൊക്കെ കഴിക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ കഴിച്ചിട്ട് പോരുക എന്നുള്ളതാണ്. ഇത്തവണ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഫ്രണ്ട് രശ്മിയും കൂടെ ഞങ്ങൾ ഇവിടെ ഹോട്ടൽ അംബികയിൽ പോയി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഊണാൻ കഴിച്ച് എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഏതോ റീലിൽ കണ്ട മാതിരി ചോറ് വേണോ ബിരിയാണി വേണോ ഗീ റൈസ് വേണോ, ഇങ്ങനെ ആകെ മൊത്തം കൺഫ്യൂഷനാണ്. പിന്നെ ഒന്നും വേണ്ട, ചോറിൽ തന്നെ പിടിക്കാമെന്ന് വെച്ചിട്ട് നല്ല ഫിഷ് കറി മീൽസ് വിത്ത് ചെമ്പല്ലി ഫ്രൈ ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര രസമായിട്ടുള്ളൊരു ഊണായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ മീൻകറി അയ്യോ അസാധ്യ രുചി തന്നെയായിരുന്നു. ഇടയ്ക്ക് അതുപോലെ തന്നെ പഴയ അംബികയിലും പോവാറുണ്ട്, പുതിയറയുള്ള. പക്ഷെ അവിടെ പോകണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ഒരു സീറ്റ് ഒഴിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണം, എന്നിട്ട് മത്സരിച്ച് ഓടിപ്പിടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. അതിനിടയിൽ ചിന്നുവിൻ്റെ മെസ്സേജ് വന്നതാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ബിരിയാണി അത്യാവശ്യം റിച്ചാണ് കേട്ടോ, നന്നായിട്ട് നട്ട്സും റൈസിൻസൊക്കെ ഇടും. എനിക്ക് ബിരിയാണിയിൽ അവിടെ ഇവിടെ ഇങ്ങനെ കൂടുതൽ ഈ ഉണക്കമുന്തിരി ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അതിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴേ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ബിരിയാണിയിൽ അത് നിറയുണ്ടാവും. മോളും ആദ്യം പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇത് മുന്തിരിയുള്ള ബിരിയാണി ആവരുത് കേട്ടോ എന്നുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ബിരിയാണിയിൽ പൈനാപ്പിളൊക്കെ ഇടും തോന്നുന്നുണ്ട്, പക്ഷേ നമുക്ക് അവിടേക്ക് അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ തന്നെ ഇടാറുള്ളൂ. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ചു. അങ്ങനെ നമ്മളിതേ ബിരിയാണി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് എന്തായി തീർന്നു എന്നറിയാനുള്ള ആകാംക്ഷയാണ്. ഒന്ന് കഴിച്ചു നോക്കിയാൽ മതി എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ, എല്ലായിടത്തും മസാല ആവണം എനിക്ക്.
ചിലർ ഹാഫൊക്കെ മിക്സ് ചെയ്യുള്ളൂ, പിന്നെ ബാക്കിയുള്ളത് ഓരോ സമയത്ത്. ഞാൻ അങ്ങനെയല്ല, മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി മാറ്റി വയ്ക്കും. ഇവിടെ പൊതുവേ ചിക്കന് വേണ്ടിയിട്ടല്ല, ആ ഒരു ഫ്ലേവർ നന്നായിട്ടുള്ള റൈസാണ് വീട്ടിൽ എല്ലാവർക്കും, മോൾക്കടക്കം എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. ഈ ലെഗ് പീസിൻ്റെ മേലെ നമ്മുടെ കറിവേപ്പിലൊന്ന് പറ്റിയിരിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ പിടിച്ചോ കരിഞ്ഞോ എന്നൊക്കെ സംശയം തോന്നാം. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഞാനത് ഫോട്ടോ എടുക്കുമ്പോഴേ എനിക്ക് തോന്നി ഇത് കാണുമ്പോൾ ഇങ്ങനെ ഒരു തോന്നലുണ്ടാവാലോ എന്ന്. അങ്ങനെയല്ല കേട്ടോ, ഒന്നും ആയിട്ടില്ല. നല്ല അസൽ ബിരിയാണി ആയിരുന്നു. അടുത്ത ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി കഴിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ, ഉഫ്, എൻ്റെ അമ്മേ, ഹെവൻലി എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്കുണ്ടല്ലോ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുക്കാലേന്ന്. എന്നുവെച്ചാൽ ഞാനിതിലൊന്നും വലിയ എക്സ്പേർട്ടല്ല, അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ കാര്യമായിട്ടൊക്കെ ഇങ്ങനെ വിശേഷം പോലെ പറയണത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി, പുതിന ചട്നി, അതുപോലെ തന്നെ റൈത്ത എല്ലാം റെഡിയായിട്ട് എല്ലാവരും കഴിക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ ചോറുണ്ട്. കുറച്ച് ബിരിയാണി കഴിച്ചിട്ട് തലേ ദിവസം ചോറുണ്ടാകും. നമ്മുടെ വീട്ടിലെ അമ്മമാർക്കൊക്കെ അങ്ങനെ ശീലം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. പഴയത് കളയില്ലല്ലോ, എങ്ങനെയെങ്കിലും കഴിക്കാൻ നോക്കും, നമ്മളെ കഴിപ്പിക്കാനും നോക്കും. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ പീച്ച് കേക്ക് അവിടെ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞു, മോൾക്ക്. അപ്പം അവൾ തന്നെയാണത്, ഈ ചോക്ലേറ്റ് ബേസ്ഡൊക്കെ അവൾക്ക് തന്നെ വേണം, ഇഷ്ടമാണ്. അപ്പോൾ അവൾ തന്നെ അത് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പൊതുവെ കേക്ക്സ് ഒന്നും വലിയ താല്പര്യമില്ല. ഉണ്ടാക്കാൻ ഇഷ്ടമൊന്നുമല്ലാണ്ട് കഴിക്കാൻ വലിയ താല്പര്യമില്ല. ചില കേക്ക് കഴിക്കും കേട്ടോ. കേക്ക് കഴിക്കില്ലെങ്കിലും വേറൊരു സംഭവം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം ഒരു പുസ്തകമൊക്കെ വായിച്ചു, കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്നു. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ സംഭവം എത്തിപ്പോയി. നമുക്കിവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു കോഴിക്കോട്ടുകാരുടെ റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ ഷാർജ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും അച്ഛനും അമ്മയ്ക്കും പിന്നെ ഋതുവിനും 4 പേർക്കും ഓരോ ഷാർജ വാങ്ങിച്ചു. ഇവിടെ TV ഓണാക്കിയിട്ട് അവരവരുടെ മൊബൈലിൽ നോക്കിയിട്ട് പലതും കാണുന്നൊരു ശീലമുണ്ട്. മറ്റേതെങ്കിലും വീടുകളിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അവരൊക്കെ അത് ചെയ്യട്ടെ. നമുക്ക് ഷാർജ മുമ്പിലിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തന്നെ ആദ്യം ഒന്ന് പൊട്ടിച്ചു, ഞാൻ തന്നെ കഴിക്കാൻ തുടങ്ങി. സന്തോഷം, ഭയങ്കര സമാധാനം. ആ മധുരം കഴിക്കാനുള്ള ക്രേവിങ് അത്രയും ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അമ്മ ഹെൽത്തി അരിയുണ്ടാന്നൊക്കെ പറയാവുന്ന അരിയും ശർക്കരയും കാഷ്യൂനട്ടും പീനട്ടും കൂടെ പൊടിച്ചത് ഋതുവിന് വേണ്ടി എന്നൊക്കെയാണ് പറച്ചിൽ. പക്ഷേ ഋതുവിൻ്റെ അമ്മയും ഒരു മോളല്ലേ, അമ്മയുടെ മോൾ തന്നെയല്ലേ. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തു. അതും അങ്ങനെ എൻ്റെ തന്നെ റീൽസൊക്കെ കണ്ട് സന്തോഷിച്ച് അങ്ങനെ അരിയുണ്ടയും ചായയും കൂടെ കഴിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ മറ്റെല്ലാവരെയും പോലെ ഞാനും ഇൻസ്റ്റഗ്രാമിൽ തന്നെ കേട്ടോ വായിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വായനയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തിരക്കുകൾ വരുമ്പോൾ എവിടെയെങ്കിലും വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഒന്ന് ഫ്രീ ആവണം, വായിക്കാൻ മാത്രമുള്ള സമയം കിട്ടുന്നത്. പിന്നെ അപ്പോൾ വീണ്ടും എവിടെയോ പോയിട്ട് ആദ്യമേ തുടങ്ങണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് വായന നീങ്ങാറേ ഇല്ല. ഇതൊക്കെ ആകുമ്പോൾ ഒരു മിനിറ്റ് 1.5 മിനിറ്റ് റീല് കഴിഞ്ഞു പരിപാടി. അപ്പോൾ അങ്ങനെ അന്നത്തെ പരിപാടികൾ ഏകദേശം ഞാൻ തീർക്കുകയാണ്. അപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി വേറെ ഒരു വിശേഷമൊന്നും ഉണ്ടായില്ല. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു, പിന്നെ അരിയുണ്ടയും കഴിച്ചു. ഇനി ഒന്നും വേണ്ട എനിക്ക്. രാത്രിയാവുക, കിടന്നുറങ്ങുക, അത്ര മാത്രമേ പിന്നത്തെ എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈദ് ഡേയുടെ വിശേഷങ്ങളാണ് കുറച്ച് ലേറ്റായിട്ടാണെങ്കിൽ നിങ്ങളോട് പങ്കുവെച്ചിട്ടുള്ളത്. ഇനി നാളെ എങ്ങാനും ഒരു വീഡിയോ എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. ഇത് റെഗുലറായി ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.